കാണുന്ന ദൃശ്യങ്ങൾ പോളിംഗ് ബൂത്തിൽ ശശി തരൂർ വോട്ടിനായി കാത്തു നിൽക്കുകയാണ്. അതേ പോളിംഗ് ബൂത്തിൽ തന്നെ വോട്ട് ചെയ്യാൻ CMP സംസ്ഥാന സെക്രട്ടറി CP ജോണും എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. കൊച്ചുകുട്ടികളുമായി കുശല പ്രശ്നം നടത്തുകയാണ് ശശി തരൂർ. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് പോയാൽ അർച്ചന കാത്തു നിൽക്കുകയാണ്. അർച്ചന, കോട്ടൺ ഹില്ലിലാണോ ഇപ്പോൾ ശശി തരൂർ ഉള്ളത്? അതെ നികേഷ്, കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഇപ്പോൾ ശശി തരൂർ വോട്ട് രേഖപ്പെടുത്താൻ വന്നിരിക്കുന്നത്. കുറച്ച് സമയമായി വന്നിട്ട്, പക്ഷെങ്കിൽ ഭയങ്കര തിരക്കാണ്. രാവിലെ മുതലേ ഉണ്ടായ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നു. ഈ തിരക്കിലുമാണ് ക്യൂ നിന്നാണ് ശശി തരൂർ വോട്ട് രേഖപ്പെടുത്തുന്നത്. തിരക്ക് ഒഴിവാക്കാൻ ക്യൂവിൽ നിൽക്കാതെ വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം പ്രിസൈഡിംഗ് ഓഫീസർ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അതിൽ 1-2 പേർ വിസമ്മതം അറിയിച്ചു. ക്യൂവിൽ തന്നെ നിൽക്കണം എന്നുള്ള കാര്യം വിസമ്മതമായി അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഇപ്പോൾ ശശി തരൂർ ക്യൂവിൽ തന്നെ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തുന്നതും. ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് പേർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി ഇപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളുകളുണ്ട്. ശശി തരൂരിനെ കണ്ടതോടെ വലിയ ആകാംക്ഷയിലാണ് ഇപ്പോൾ ഈ ജനങ്ങളെല്ലാം. ഇപ്പോൾ കുട്ടികളോടും സംവദിച്ചും കുട്ടികളോട് കുശലാന്വേഷണം ചോദിച്ചും ശശി തരൂർ നല്ല രീതിയിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ് നികേഷ്. ശരി അർച്ചന, ഏതായാലും 1-2 പേരുടെ വിസമ്മതം സ്ഥാനാർത്ഥിയെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് വോട്ട് ചെയ്യുന്നതിൽ നിന്ന്. ഏതായാലും അദ്ദേഹത്തിന് ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം കോട്ടൺ ഹില്ലിൽ ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ഇതിനിടയിൽ മാർ ആൻഡ്രൂസ് താഴത്ത് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ ക്രിസ്തീയ സമുദായങ്ങൾക്കിടയിൽ മണിപ്പൂർ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഭംഗ്യന്തരയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മണിപ്പൂർ ഈ വിഷയം മണിപ്പൂർ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആൻഡ്രൂസ് താഴത്തിനെ പോലെ ഒരു പിതാവ്, അദ്ദേഹം പരസ്യമായി അത്തരം രാഷ്ട്രീയ നിലപാടുകൾ പറയേണ്ട ഒരാളല്ല, പറയുന്ന ഒരാളുമല്ല. എന്നാൽ അദ്ദേഹം രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നേരിട്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ താൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ടല്ലോ എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളിലെല്ലാം ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് അദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ജെയ്സൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, എന്താണ് ഈ ആൻഡ്രൂസ് പിതാവിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? തീർച്ചയായും അല്പം മുമ്പാണ് ആൻഡ്രൂസ് പിതാവും ആൻഡ്രൂസ് താഴത്ത്, അതുപോലെ തന്നെ ബിഷപ്പ് തൂങ്കുഴി, ജേക്ക് തൂങ്കുഴി, അതുപോലെ ബിഷപ്പ് ടോണി നീലങ്കാവിൽ ഉൾപ്പെടെയുള്ളവർ ഈ ഞാൻ നിൽക്കുന്ന സെൻറ്റ് ക്ലെയേഴ്സ് കോൺവെൻറ്റ് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹം വലിയ വിവാദ പരാമർശങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിൽ പോലും മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം തങ്ങളുടെ ആശങ്കകൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് അമിത്ഷാ പോലുള്ള ആളുകളെ അറിയിച്ചിട്ടുണ്ടെന്നും അവിടെ ഇടപെടണമെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചു. മാത്രവുമല്ല, മണിപ്പൂർ വിഷയം കേരളത്തിൽ സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം ഭരണഘടനയെ നിലനിർത്താൻ, ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ട വോട്ടായിരിക്കണം ഇത്തവണത്തേതെന്ന തങ്ങളുടെ അഭിപ്രായം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കും. ഇതിലൂടെ അദ്ദേഹം പറയാതെ പറയുന്ന രാഷ്ട്രീയമുണ്ട്, നേരിട്ട് പറയുന്നതല്ലെങ്കിൽ പോലും പറയാതെ പറയുന്ന രാഷ്ട്രീയമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ക്രൈസ്തവ സമൂഹം നേരിട്ട പ്രശ്നങ്ങളെ അദ്ദേഹം പരോക്ഷമായി പരാമർശിക്കുന്നു, മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അത്തരത്തിൽ ആ ആശങ്ക കൂടി പങ്കുവയ്ക്കാൻ അദ്ദേഹം ഈ അവസരം ഉപയോഗിക്കുന്നു. അല്പം അതിന് തൊട്ട് മുമ്പ് ഇതേ സ്ഥലത്ത് ഇതിനു മുൻപിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ചത് നാം കേട്ടുകഴിഞ്ഞു. EP ജയരാജനുമായി ബന്ധപ്പെട്ട്, പിണറായി വിജയനുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വിമർശനങ്ങൾ. അല്പം വടക്കാഞ്ചേരിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങി വരികയായിരുന്ന ശോഭാ സുരേന്ദ്രനും ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ നിറഞ്ഞുവന്ന, നിരവധി വിവാദങ്ങൾ നിറഞ്ഞുവന്ന ശോഭാ സുരേന്ദ്രൻ ഇന്ന് കഴിഞ്ഞ ദിവസം തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾക്ക് മറുപടി പറയുക, അതോടൊപ്പം തന്നെ പിണറായി വിജയനെ ഉൾപ്പെടെയുള്ളവരെ കടന്നാക്രമിക്കുക ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ വളരെ ആകാംക്ഷയോടുകൂടി കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. ഏതായാലും തൃശ്ശൂർ ഒരേ ഒരു MP മാത്രമാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ അവസരം നൽകാതിരുന്നത് കോൺഗ്രസ് സിറ്റിംഗ് MP. അത് നമ്മുടെ TN പ്രതാപനായിരുന്നു. TN പ്രതാപനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊന്നും വളരെ സജീവമായിട്ട് കണ്ടിട്ടുമില്ല ഞാൻ. ഇനിയിപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണോ എന്നറിയില്ല. ജെയ്സൺ അതൊന്ന് കൃത്യമാക്കിയാൽ മതി. പക്ഷേ ഇന്നലെ വലിയൊരു ആരോപണമാണ് TN പ്രതാപൻ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു ബൂത്തിൽ 25 കേഡർ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചെയ്യുവാനുള്ള നിർദ്ദേശം CPM-ൽ നിന്ന് പോയിരിക്കുന്നുവെന്നും അതെല്ലാം കൂടി കണക്കൂട്ടി ഏതാണ്ട് ഒരു 38,000 ശിഷ്ടം വോട്ട് CPM അവിടെ മറിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുമുള്ളൊരു ബോംബ് പൊട്ടിച്ചുകൊണ്ട് പ്രതാപൻ അവസാന നിമിഷം രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി?
തീർച്ചയായും ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്തിൻ്റെ അജണ്ട ആദ്യം പ്രഖ്യാപിച്ചത് TN പ്രതാപനായിരുന്നു. TN പ്രതാപൻ സ്ഥാനാർത്ഥിയായിരുന്ന ഘട്ടത്തിൽ BJPയും കോൺഗ്രസ് തമ്മിൽ നേർക്കുനേർ മത്സരമെന്നായിരുന്നു അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചത്. പിന്നീട് പല ഘട്ടങ്ങളിലും മറഞ്ഞു തിരിഞ്ഞെങ്കിൽ പോലും പിന്നീട് സ്ഥാനാർത്ഥി മാറുന്നു, അഭിപ്രായങ്ങൾ മാറുന്നു. പക്ഷേ അവസാന ഘട്ടം എത്തുമ്പോൾ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് യഥാർത്ഥ ചിത്രത്തിലേക്ക് വീണ്ടും കോൺഗ്രസ് എത്തി എന്നതാണ് പറയേണ്ടത്. BJPയും കോൺഗ്രസും തമ്മിൽ തന്നെയാണ് ഇവിടെ മത്സരമെന്ന് പറയുന്നതിലൂടെ LDFന് ലഭിക്കാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കൂടി തങ്ങൾക്ക് ലഭിക്കണം എന്ന് പറയാതെ പറയുകയാണ്. കഴിഞ്ഞ തലേ ദിവസം തന്നെ പറയണം. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ CPMഉം BJPയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്നു. അതിനർത്ഥം ഇന്ന് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്ന പോളിംഗുമായി നടക്കാൻ പോകുന്ന ചില അസ്വാഭാവിക സംഭവങ്ങൾ ഉണ്ടാകാം. അതിനെ തടയിടുക, അതിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വോട്ടുകൾ നിലനിർത്തുക എന്നടക്കമുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് TN പ്രതാപൻ കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ഉയർത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം തന്നെ തൃശ്ശൂരിൽ BJPയും കോൺഗ്രസ് തമ്മിൽ നേർക്കുനേർ മത്സരം എന്ന് പറഞ്ഞത് പ്രധാനമായിരുന്നു. പിന്നീട് അതിൽ നിന്ന് പല ഘട്ടങ്ങളിൽ പുറകോട്ട് പോയെങ്കിലും തെരഞ്ഞെടുപ്പ് അവസാന മണിക്കൂറെത്തിയപ്പോൾ അത്തരത്തിലുള്ള പ്രസ്താവനയ്ക്കാണ് കൂടുതൽ രാഷ്ട്രീയ പ്രസക്തിയെന്നും വോട്ട് ആയിക്കോട്ടെ. ഇപ്പം പിന്നെ പ്രതാപൻ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രചാരണ രംഗത്ത് ഇറങ്ങിയിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ ഈ തൃശ്ശൂരിൻ്റെ തീരദേശ മേഖലയിലൊക്കെയാണല്ലോ പ്രതാപൻ്റെ ഒരു വലിയ സ്വാധീനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ധീവരാരയ വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ളൊരു സ്വാധീനം ചെറുതല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ആ വോട്ട് ബാങ്ക് കോൺഗ്രസിലേക്ക് ഇപ്രാവശ്യം ഉറപ്പാക്കുന്നതിലൊരു വിമുഖത ഏതെങ്കിലും അർത്ഥത്തിൽ TN പ്രതാപൻ കാണിച്ചിട്ടുണ്ടോ? താനല്ലെങ്കിൽ പിന്നെ മറ്റൊരാൾ വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് പ്രതാപനുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ? നമുക്ക് അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്താൻ സാങ്കേതികമായ എന്തോ ഒരു തകരാറുണ്ട്. ജെയ്സനോട് വീണ്ടും രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രമേശ് ചെന്നിത്തല വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ഇക്കാര്യത്തിൽ നിലവിലുള്ള EP ജയരാജൻ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കും എന്നാണ് കരുതേണ്ടത്. രമേശ് ചെന്നിത്തല വോട്ട് ചെയ്യുന്നു. ആദ്യ മണിക്കൂറുകളിൽ കേരളത്തിൽ അതിശക്തമായ പോളിംഗ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. 2-2.5 മണിക്കൂർ കഴിയുമ്പോൾ ഏതാണ്ട് 13% ശരാശരി പോളിംഗ് കേരളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനൗദ്യോഗികമായി ഏതാണ്ട് 17%. അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് ഇഷ്ടവും ഒരുപാടുണ്ട്. അഭിമാനത്തോട് വിശ്വാസ സമൂഹത്തോടും കേരള സമൂഹത്തോടും എന്താണ് പറയാനുള്ളത്? ആരും വോട്ട് ചെയ്യാതെ മാറി നിൽക്കരുത്, എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ടവകാശം എനിക്ക് തോന്നുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു പൗരാവകാശമാണ്. അതൊരു ഓപ്ഷൻ അല്ല, അതൊരു ഓബ്ലിഗേഷനാണ്. പൊളിറ്റിക്കൽ മെസ്സേജ് എനിക്ക് തോന്നുന്ന ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാടുകളുണ്ട്. എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്, അതനുസരിച്ച് ഞാൻ വോട്ട് ചെയ്തിരിക്കണം. വോട്ടർമാരെല്ലാവരും വോട്ടവകാശം ഉപയോഗിക്കണം. മതേതര സർക്കാർ വന്ന പോലെ ആവശ്യമാണോ? ഈ നാടതാണല്ലോ, ഈ നാടിൻ്റെ പ്രത്യേകത അതാണ്. എല്ലാ മതങ്ങളും ഒരുപോലെ ഒരു കുടുംബം പോലെ ജീവിക്കുന്ന ഒരു നാടാണ്. അതിനെ നമ്മൾ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല.